There are many souvenir shops near Marble Mountain. The price they is much higher than the actual. You may need to bargain for a better price. Also, we visited many marble shops. Their collections are marvelous. Artwork is fantastic. Also, we can buy for best price. But due to the heavy weight, we did not buy anything. Because our next flight to Hanoi is allowed only 15 kilograms. Jesus Christ. No heavy. Beautiful. Yeah, no heavy. No. See here, no heavy. Very nice. Not heavy. ഭയങ്കര ഹെവിയാണ്. This $2 million and this is 500. Da Nang is a coastal city in central Vietnam known for its sandy beaches and history as a French colonial port. Marble Mountains is a natural masterpiece bestowed to the land of Da Nang, Vietnam. With the harmonious beauty of the ecological area and the spiritual and cultural life, this destination attracts a lot of visitors from all over the world. Don't hesitate to read the information below and make plans for a trip to Marble Mountains in Da Nang. Marble Mountains, situated 8 kilometers away from the city center, Marble Mountains is a cluster of 5 limestone peaks in Vietnam. Located on the route of Hue Imperial, tourists to also visit many other famous heritage sites in the central region. According to Cham legend, one day a dragon flew to Non Nuoc Beach and laid an egg there. After a long time, the egg hatched and a beautiful girl stepped out of the egg. The egg shell was broken into 5 pieces that became the 5 magical mountains as we see today. In 1825, Emperor Minh Mang named this mountain complex Marble Mountains, which means Ngu Han Sun in Vietnamese. Each mountain was named after one of the 5 elements of Eastern philosophy: metal, water, fire, wood and earth. These names remain unchanged until now, and Marble Mountains in Vietnam have become a natural attraction with many majestic peaks, caves and temples. ആദ്യകാല സെറ്റിൽമെന്റിന്റെ കാലത്ത് ഈ നഗരം മെയ്ദ എന്നും ഫ്രഞ്ച് കൊളോണിയൽ ഭരണകാലത്ത് തെഡേദോ എന്നും അറിയപ്പെട്ടിരുന്നു. 1997 മുമ്പ് നഗരം ക്വാങ് നാം, ഡാ നാങ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു. 1997 ജനുവരി 1 വിയറ്റ്നാമിലെ 4 കേന്ദ്ര നിയന്ത്രിത മുനിസിപ്പാലിറ്റികളിൽ ഒന്നായി ഡാ നാങ് കോങ് നാം പ്രവിശ്യയിൽ നിന്ന് വേർപെടുത്തി. വിയറ്റ്നാമിലെ മറ്റു പ്രവിശ്യകളെക്കാളും കേന്ദ്രഭരണത്തിലുള്ള നഗരങ്ങളെക്കാളും ഉയർന്ന നഗരവൽക്കരണ അനുപാതമാണ് ഡാ നാങ്ങിനെ ഒരു ഫസ്റ്റ് ക്ലാസ് നഗരമായി നിശ്ചയിച്ചിരിക്കുന്നത്. കിൻഹ് വാചകത്തിലെ ബാന അല്ലെങ്കിൽ പാന പഴയത് എന്ന പേര് ചാം ഭാഷയിലെ പോ ഇനി നഗറിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. മുൻകാലങ്ങളിൽ, അതായത് ഇസ്ലാമിക യുഗത്തിനു മുമ്പുള്ള കാലത്ത്, ചമ്പ ഗോത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവതയെ ആരാധിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പ്രദേശം. ഡനാങ് പ്രവിശ്യയിലെ ഡാ ലാറ്റ് എന്ന് പ്രാദേശിക ടൂറിസം അധികൃതർ പരസ്യപ്പെടുത്തിയ ഈ സ്റ്റേഷൻ 1919 ഫ്രഞ്ച് കോളനിക്കാർ സ്ഥാപിച്ചതാണ്. പിന്നീട് സൺ ഗ്രൂപ്പ് ഇത് ചെലവഴിച്ചു.
സമുദ്രനിരപ്പിൽ നിന്ന് 1500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കിഴക്കൻ കടലിന്റെയും ചുറ്റുമുള്ള പർവ്വതങ്ങളുടെയും കാഴ്ച ലഭിക്കും. റിസോർട്ടിന്റെ ഉയരം കാരണം തീരത്തിനടുത്തുള്ള പരിസ്ഥിതിയേക്കാൾ തണുപ്പാണ് ഇവിടെയുള്ളത്. ലിൻഹാങ് ക്ഷേത്രം സ്റ്റേഷൻ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. വിനോദസഞ്ചാരികളെ റിസോർട്ടിലേക്കും തിരിച്ചും കൊണ്ടുപോകാൻ സമീപത്ത് ഒരു കേബിൾ കാർ ഉണ്ട്. പരമ്പരാഗതമായി അയൽപ്പക്കത്തുള്ള മധ്യമലനിരകളിലേക്കുള്ള പ്രധാന കവാടങ്ങളിലൊന്നാണ് ഈ പ്രദേശം. തീരം വരെ വ്യാപിച്ചുകിടക്കുന്ന പർവ്വതനിരകളുള്ള സങ്കീർണമായ ഒരു ഭൂമിശാസ്ത്രമാണിത്. ഗതാഗത അടിസ്ഥാന സൗകര്യ വികസനം വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഫാൻതിയേറ്റ്, നാട്രാങ്, ഡാ നാങ് എന്നിവയ്ക്ക് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിന് ഇത് അനുകൂലമാണ്. വാസ്തുവിദ്യ, പ്രകടനങ്ങൾ, മ്യൂസിയങ്ങൾ എന്നിവയുൾപ്പെടെ ചാം സാംസ്കാരിക പൈതൃകത്തിൽ നിന്നും ടൂറിസത്തിന് പ്രയോജനം ലഭിക്കുന്നു. ഹോ ചി മിൻ സിറ്റി അല്ലെങ്കിൽ റെഡ് റിവർ ഡെൽറ്റയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തേക്കാൾ ഇത് പൊതുവെ വളരെ കുറച്ച് വ്യാവസായികവൽക്കരിക്കപ്പെട്ടതും വികസിതവുമാണ്. പക്ഷേ ഡാ നാങ്ങിൽ, നാട്രാങ്ങിനും ക്വി നോണിനും ചുറ്റുമുള്ള ചില പ്രാദേശിക വ്യാവസായിക കേന്ദ്രങ്ങളുണ്ട്. ബിസി 1000-നും എഡി 200-നും ഇടയിൽ സാഹുൻ സംസ്കാരത്തിലെ ആളുകൾ ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്നു. ക്വാങ് എങ്കായ് പ്രവിശ്യയിലെ സാഹുൻഹിൽ ഈ പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. എഡി 192 മുതൽ നിലനിന്നിരുന്ന ചൈനീസ് അല്ലെങ്കിൽ വിയറ്റ്നാമീസ് ഭാഷയിൽ ലാം ആപ് ലിനി എന്ന ഒരു രാജ്യം അതിന്റെ പിൻഗാമിയായി. അതിന്റെ രാഷ്ട്രീയ കേന്ദ്രം ഹുവിനടുത്തുള്ള തെക്കൻ മധ്യതീരത്തിന് തൊട്ടുവടക്കായിരുന്നു. ലിനി ഇന്ത്യയാൽ സാംസ്കാരികമായി സ്വാധീനിക്കപ്പെട്ടു. ചൈനീസ് സ്രോതസ്സുകൾ പ്രകാരം ജിയോഷി വിയറ്റ്നാമീസ് ജിയോചോ ആവർത്തിച്ച് ആക്രമിച്ചു. ഇത് 3, 4, 5 നൂറ്റാണ്ടുകളിൽ ലിനിക്കെതിരെ ജിയോഷിയും അവരുടെ ചൈനീസ് കോളനിക്കാരും തമ്മിൽ നിരവധി യുദ്ധങ്ങൾക്ക് കാരണമായ ഒരു ഘടകമായിരുന്നു. വിയറ്റ്നാമിലെ മറ്റു മിക്ക തീരദേശ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൗത്ത് സെൻട്രൽ കോസ്റ്റിന്റെ ഭൂപ്രകൃതി പ്രധാനമായും പരന്നതല്ല. മധ്യ മലനിരകളുടെ മുഴുവൻ അതിർത്തിയിലും മാത്രമല്ല, തീരം വരെയും വ്യാപിച്ചുകിടക്കുന്ന പർവ്വതനിരകളും കുന്നുകളും ഉള്ള വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഇതിന് ഉണ്ട്. 7 നിരവധി ചുരങ്ങൾ, ഉൾക്കടലുകൾ, ഉപദ്വീപുകൾ, ബീച്ചുകളും പർവ്വത പശ്ചാത്തലങ്ങളുമുള്ള മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾ എന്നിവ രൂപപ്പെടുന്നു. ഏറ്റവും ഉയരമുള്ള പർവ്വതങ്ങളിൽ പലതും മധ്യ മലനിരകളുടെ അതിർത്തിയിലോ സമീപത്തോ ആണ്. അതിൽ ഏറ്റവും ഉയരം 2598 മീറ്റർ ഉയരമുള്ള എങ്കോക് ലിൻ പർവ്വതമാണ്. 8 ഡാ നാങ് നഗരത്തിന്റെ സോൺ ട്രാ പെനിൻസുലയിൽ 696 മീറ്റർ, ബിൻ ദോൻ പ്രവിശ്യ 874 മീറ്റർ വരെ, ഫുയൻ പ്രവിശ്യ 814 മീറ്റർ വരെ, ഖാൻ ഹോ പ്രവിശ്യ 978 മീറ്റർ വരെ, നിൻതുൻ പ്രവിശ്യ 1040 മീറ്റർ വരെ. തീരത്തിനടുത്തായി നിരവധി ഉയർന്ന കൊടുമുടികളുണ്ട്. ഗ്രൂപ്പായിട്ട് വന്നുള്ള ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് നിരവധി ദ്വീപുകൾ ഉൾപ്പെടുന്നു. വലിയവയിൽ ചിലത് ലീസൺ ദ്വീപുകൾ, ചാം ദ്വീപുകൾ, ഫുക്വി ദ്വീപ് എന്നിവയാണ്. പാരസെൽ ദ്വീപുകളും സ്പ്രാറ്റ്ലി ദ്വീപുകളും ഔദ്യോഗികമായി ഡാ നാങ് സിറ്റിയും ഖാൻ ഹോ പ്രവിശ്യയും ഭരിക്കുന്നു. എന്നിരുന്നാലും അവയുടെ മേലുള്ള പരമാധികാരം തർക്കത്തിലാണ്. കൂടാതെ വിയറ്റ്നാം യഥാർത്ഥത്തിൽ സ്പ്രാറ്റ്ലി ദ്വീപുകളിൽ ചിലത് മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ. തീരപ്രദേശങ്ങളിലെ മിക്ക ഭാഗങ്ങളിലും വേനൽക്കാല താപനില ശരാശരി 28-82 ന് മുകളിലാണ്. ഉൾനാടുകളിൽ താപനില അല്പം കുറവാണ്. ശൈത്യകാലം ഗണ്യമായി തണുപ്പാണ്. ശരാശരി താപനില ഏകദേശം 20 മുതൽ 25 വരെ, 68 മുതൽ 77 വരെ ആയിരിക്കും. 7 ഈ മേഖലയിൽ ഏറ്റവും വരണ്ടതും നിൻതുൻ പ്രവിശ്യയും ബിൻതുൻ പ്രവിശ്യയും, വിയറ്റ്നാമിലെ ഏറ്റവും ഈർപ്പമുള്ള കാലാവസ്ഥയുള്ള ചില പ്രദേശങ്ങളും ഡാ നാങ്, ക്വാങ് നാം പ്രവിശ്യയുടെ ചില ഭാഗങ്ങൾ, ക്വാങ് എങ്കായ് പ്രവിശ്യ ഉൾപ്പെടുന്നു. ബാക്കിയുള്ളവ ഇതിനിടയിലാണ്. പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്തുള്ള 3 പ്രവിശ്യകളുടെ പല ഭാഗങ്ങളിലും പ്രതിവർഷം ശരാശരി മഴ 2800 മില്ലിമീറ്ററിൽ 110.2 ഇഞ്ച് കൂടുതലാണെങ്കിലും നിൻതുൻ പ്രവിശ്യയുടെ ഭൂരിഭാഗവും 800 മില്ലിമീറ്ററിൽ 31.5 ഇഞ്ച് താഴെയാണ്. 7 വിശാലമായ ബീച്ചുകൾ, അതിശയകരമായ തെരുവ് ഭക്ഷണം, ഇതിഹാസമായ ഹായ് വാൻ പാസ്, കഫേകൾ, റെസ്റ്റോറന്റുകൾ, ബാറുകൾ എന്നിവയുടെ വളർന്നുവരുന്ന ശേഖരം എന്നിവയാൽ
ഡാ നാങ്ങിലെ നിവാസികൾ രാജ്യത്തെ ഏറ്റവും വിശാലമായ പുഞ്ചിരികളിൽ ചിലത് ആസ്വദിക്കുന്നതിൽ അതിശയിക്കാനില്ല. പർവ്വതനിരകളായ സോൺ ട്രാ പെനിൻസുലയിൽ നിന്ന് തെക്കോട്ട് വ്യാപിക്കുന്ന മൈഖേ ബീച്ചിന്റെ ചൂടുള്ള മണൽത്തരികളാണ്. വിയറ്റ്നാമിലെ ചില മികച്ച ആഡംബര റിസോർട്ടുകൾ ഡാ നാങ്ങിലാണ്, പക്ഷേ ബീച്ചിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും അതിനെ അവരുടെ കളിസ്ഥലം, ജിം, ഉപജീവനമാർഗം എന്നിവയാക്കുന്ന ആളുകളുടേതാണ്. എനിക്ക് തോന്നുന്നു 50 മീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടാവും. ഡാ നാങ് പര്യവേക്ഷണം ചെയ്യാൻ നിങ്ങൾ 3 ദിവസം നീക്കിവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പാണ് നടത്തിയത്. 72 മണിക്കൂർ നിങ്ങൾക്ക് നഗരത്തിന്റെ സംസ്കാരവും ചരിത്രവും അനുഭവിക്കാനുള്ള അവസരം മാത്രമല്ല, ഒരു ദിവസം കൊണ്ട് ഒരു യാത്ര നടത്തിയാൽ മതിയാകുന്ന ദൂരത്തിലുള്ള ചില മനോഹരമായ ആകർഷണങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും നൽകുന്നു. എത്ര ഹൈറ്റ് കിട്ടുന്നു? ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്ററെങ്കിലും നീളം കാണൂലേ? രാത്രിയാകുമ്പോഴേക്കും ഡാ നാങ്ങിലെ ബാറുകൾ നിരവധി സന്ദർശകർക്ക് ഒത്തുചേരാനുള്ള മികച്ച സ്ഥലങ്ങളും വിനോദവേദികളുമായി മാറിയിരിക്കുന്നു. സംഗീതത്തിൽ മുഴുകാനും രുചികരമായ ഭക്ഷണപാനീയങ്ങൾ ആസ്വദിക്കാനും ഊർജ്ജസ്വലമായ അന്തരീക്ഷം അനുഭവിക്കാനും നഗരത്തിലെ ഏറ്റവും മികച്ച ബാറുകളിൽ ചിലത് പര്യവേക്ഷണം ചെയ്യുമ്പോൾ പ്രീമിയർ വില്ലേജിൽ ചേരൂ. കുറേ ബുദ്ധന്മാരുടെ സ്റ്റാച്യൂസ് ഉണ്ട്. മൈഖേ ബീച്ച്. അവധിക്കാല പട്ടികയിൽ ബീച്ചിന്റെ സാമീപ്യത്തിന് മുൻഗണന നൽകുന്നവർക്ക് ഡാ നാങ്ങിൽ താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് മൈഖേ ബീച്ച് എന്നതിൽ സംശയമില്ല. പൊടി നിറഞ്ഞ മണലും നീല നിറത്തിലുള്ള വെള്ളവും നിറഞ്ഞ ഈ സജീവമായ പ്രദേശം അതിന്റെ റെസ്റ്റോറന്റുകളിലും ബാറുകളിലും കടകളിലും പ്രതിധ്വനിക്കുന്ന ഒരു ഉന്മേഷദായകമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഉയർന്ന താപനിലയും നേരിയ ഏറ്റക്കുറച്ചിലുകളുമുള്ള ഉഷ്ണമേഖലാ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ് ഡാ നാങ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി വാർഷിക താപനില ഏകദേശം 25.6 ആണ്. ജൂണിലെ ഏറ്റവും ഉയർന്ന താപനില 29.2 ഫെബ്രുവരിയിലെ ഏറ്റവും കുറഞ്ഞ താപനില 21.2 ആണ്. ഡാ നാങ് എന്തിനാണ് പ്രശസ്തനായത്? ഫ്രഞ്ച് കൊളോണിയൽ പ്രതീതിയും അതിശയിപ്പിക്കുന്ന തീരപ്രദേശവുമുള്ള ഉഷ്ണമേഖലാ വിനോദയാത്രയ്ക്ക് അനുയോജ്യമായ സ്ഥലമായ ഡാ നാങ്ങിൽ പ്രാചീനമായ ബീച്ചുകൾ, സമൃദ്ധമായ വനങ്ങൾ, സ്ഫടികജലം, പുരാതന ക്ഷേത്രങ്ങൾ എന്നിവയുണ്ട്. ഫ്രൈഡ് റൈസ് പറഞ്ഞല്ലോ, ദം ബിരിയാണി ബിരിയാണിയാണോ? ഇതാണ് കോഫ്ത, വെജിറ്റബിൾ വെജിറ്റബിൾ ദം ബിരിയാണി. നോക്കട്ടെ. വിയറ്റ്നാമിലെ ഡാ നാങ്ങിൽ എന്ത് വാങ്ങണം? ഡാ നാങ്ങിൽ എന്ത് വാങ്ങണം? 2025 ഷോപ്പിംഗിനുള്ള പൂർണ്ണ ഗൈഡ്. ഡാ നാങ്ങിൽ എന്ത് വാങ്ങണം? പുതിയ സമുദ്രവിഭവം. ഉണക്കിയ സമുദ്രവിഭവം. ഡാ നാങ്ങിൽ നിങ്ങളുടെ ഷോപ്പിംഗിന് ഒരു മികച്ച തിരഞ്ഞെടുപ്പ്. ബീഫ് ബൊലോഗ്ന ഡാ നാങ്ങിൽ വാങ്ങാൻ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന്. പൈനാപ്പിൾ ജിൻസെങ് ചായ. എള്ള് കേക്ക് ഡാ നാങ്ങിലെ ഒരു പ്രശസ്തമായ ഭക്ഷണം. നിലക്കടല മിഠായി ഡാ നാങ്ങിന്റെ പ്രശസ്തമായ ഒരു സ്പെഷ്യാലിറ്റി. പലതരം സുവനീറുകൾ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ യാത്ര തുടരും. പുതിയ എപ്പിസോഡുകളുമായി ഞങ്ങൾ വീണ്ടും വരും. കണ്ടതിന് നന്ദി.